എല്ലാവർക്കും ഹിച്ചക്കി നൊമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുന്നിൽ നിന്ന് വലേരിയയുടെ മുന്നിൽ നിന്ന് സ്വാഗതം പറയാണ്. ഗുഡ് മോർഗൻ, സോറി, ബുനോസ് ദിയാസ് വലേരിയ. മമ്മ ബുനോസ് ദിയാസ്. ഗ്രസിയാസ്. ഇവിടെ എഗ്, ഇവിടെ തൊർത്തീജയും ചിലാക്കിലേസും, ഇവരുടെ ഒരു ബ്രെഡ് പോലത്തെ സാധനത്തിൽ കുറച്ച് ചീസും ഇതൊക്കെ ഇട്ട്, പിന്നെ ബനാന പ്ലാറ്റനോ അതെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഭക്ഷണത്തിന്. പ്രൊവിച്ചോ. ഇതാണ് നമ്മുടെ തത്തീജ. നമ്മുടെ കോണായിട്ടുള്ള ബ്രെഡാണ്. കണ്ടിട്ട് ഇങ്ങനെയാണ് കഴിക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് തത്തീജ എടുത്ത് കയ്യിൽ കഴിക്കാം. ചില ആൾക്കാർ സ്പൂണിട്ട് കഴിക്കും. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ലൈറ്റ് അണച്ചിട്ട് അഡിയോസ് നോസ് വാമോസ് അൽമർക്കാദോ. യെസ്, അൽമർക്കാദോ. നമ്മൾ മാർക്കറ്റിലോട്ട് പോവാണ്. ഓ, നല്ല വെയിലുണ്ട്. നമ്മൾ ഈ കാണുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇത് വലേരിയ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. ഹോല വലേരിയ. അദോന്താവാസ് അൽമർക്കാദോ. നമ്മൾ മാർക്കറ്റിലും വാമോസ്. പട്ടിക്കുട്ടി. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഊഫ്, വെയിൽ. സുൽ ഇവിടെ നമ്മുടെ ഇവരുടെ പ്രസിദ്ധമായിട്ടുള്ള പുളിമരം. പ്രസിദ്ധമല്ല, ഇവിടെ പുളി ഭയങ്കര. ഓക്കെ, പുളിയുണ്ടോ? വാവ്, പുളിമരം കണ്ടോ കേട്ടോ. പല മെക്സിക്കോക്കാർക്കും പുളിമരം അറിഞ്ഞുകൂടാ, കാരണം സദയം ഭാഗത്തൊക്കെയാണ് പുളി കൂടുതലുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിലെ ഹണി കുടിക്കുന്ന നമ്മുടെ ഈ ചെടിയുടെ പേരെന്താ? ഇവിടെ മാംഗോ. വാവ്. നമ്മൾ ഒരു ടാക്സി വിളിച്ചിരിക്കുകയാണ്, മിനത്തിലാൻഡിൻ്റെ ടാക്സി. ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ കളറാണ്. അവിടെ ഒരു എലിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. എലിയല്ലല്ലോ, ലിസാർഡ്. ഇവിടുത്തെ ഒടുക്കത്തെ വെയിലാണ്. ആ വെയിലിന് വേണ്ടി രക്ഷയ്ക്കായിട്ട് പുള്ളിക്കാരൻ കയ്യിൽ ധരിച്ചിരിക്കുന്നത് കണ്ടില്ലേ. അപ്പം മിനത്തിലാണെന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ പോർച്ചുഗീസ് അല്ല, സ്പെയിനുകാരാണല്ലോ ഇവിടെ വന്ന് കോളനൈസ് ചെയ്തത്. അപ്പോൾ സ്പെയിനുകാർക്കൊക്കെ മുന്നേ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു നഗരമാണ് നമ്മുടെ ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ. ഇവിടെ ആളുകളും ഇൻഡിജീനസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്പാനിഷുകാർ വന്ന് പിടിച്ചടക്കി അവർ എന്താ പറയുക, പല കാര്യങ്ങളും ചെയ്തു. പിന്നീട് 20-ാം നൂറ്റാണ്ടിലായപ്പോൾ ഇവിടെ ഓയിലിൻ്റെ ഓയിൽ കണ്ടുപിടിച്ചു. അവസാനം പിന്നീട് മെക്സിക്കോയിലെ തന്നെ ഏറ്റവും ആദ്യത്തതും വൺ ഓഫ് ദ ഏറ്റവും വലിപ്പമുള്ള ഒരു ഓയിൽ റിഫൈനറി ഇവിടെ സ്ഥാപിച്ചു. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ സമയം 1930-ഉം 1970-ൻ്റെ ഇടയിലൊക്കെ ആയപ്പം പെട്ടെന്ന് ഈ ഒരു സ്ഥലം അങ്ങ് ബൂമായി. പിന്നെ ഓയിൽ വെച്ച് ഇവിടെ ഭയങ്കര വലിയൊരു സംഭവമായി. ഓയിലിൻ്റെ പ്രധാന ഹബ്ബായി. ക്രൂഡ് ഓയിലിനെ വേർതിരിച്ചിട്ട് വേറെ ഇവരുടെ പല പെട്രോളിയം ഉൽപ്പന്നങ്ങളിലും ആക്കുന്ന വലിയൊരു ഓയിൽ സ്ഥലങ്ങളൊക്കെ, ഓയിൽ റിഫൈനറിയൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. ബട്ട് എന്നിരുന്നാലും ഇവിടെയുള്ള എല്ലാ ആളുകളും ഓയിൽ റിഫൈനറിയിലല്ല വർക്ക് ചെയ്യുന്നത്. പലർക്കും പല വ്യത്യസ്തമായിട്ടുള്ള ജോബുകളൊക്കെയാണ്. ടൂറിസം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇവിടെ ടൂറിസ്റ്റുകളൊന്നും വരില്ല. അപ്പോൾ ഞാനിവിടെ എത്തിപ്പെട്ടതേ ഉള്ളൂ. ഇവിടെ പൊതുവെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് വളരെ കുറവാണ്. വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം പോലെ നിങ്ങൾക്ക് തോന്നും അല്ലേ. ഇവിടെ ട്രാഫിക് സിഗ്നലിൽ എന്താ പാട്ട് പാടുന്നതാണോ? പൈസ വയ്ക്കുവാണ് പുള്ളി. ഹാർമോണിയോ. ഇവിടെ നമ്മുടെ കരിക്ക്, പൈനാപ്പിള്. നമ്മളൊരു മാർക്കറ്റിലോട്ട് വന്നതാണ്. ഇവിടെ നമ്മുടെ ഏത്തമ്പഴം, ഓറഞ്ച് ജ്യൂസ്, ഏത്തക്കൊലകളാണ് കേട്ടോ ഇവിടെ കൂടുതൽ. ഇവിടെ നമ്മുടെ എന്തോ പോപ്പോ വിൽക്കുന്ന ഇതാണ്. പോപ്പോയെ സ്പാനിഷിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പൂപ്പെന്നായി കേട്ടോ. എൻ്റെ അടുത്ത് ചോദിക്കുവാണല്ലോ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്, നിനക്ക് പൂപ്പ് വേണോ? പൂപ്പെന്ന് പറയുമ്പോൾ മനുഷ്യ ഈ സാധനം ഉണ്ടല്ലോ, മനുഷ്യ വേസ്റ്റ്. ഞാൻ ഇതെന്താ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ചോദിക്കുന്നോ? അപ്പോൾ ട്രാൻസ്ലേഷൻ്റെ പ്രശ്നം ഇതൊക്കെയാണ്. നമ്മളിവിടുത്തെ ഉള്ള ഒരു മർക്കാദോ, വാമനോസ് മർക്കാദോ, നമ്മളുള്ള ഒരു മർക്കാദോയിലോട്ട് വന്നാണ്. മാംഗോ, ലിമോൺ ദുൾസെ, കരംബോൾ, സ്റ്റാർ ഫ്രൂട്ട്, പേരയ്ക്ക, ഗോജാബ, നമ്മുടെ പാഷൻ ഫ്രൂട്ട് കേട്ടോ. ഈ കാണുന്ന പറഞ്ഞൂടാ. ഹലോ തോമസാസ്. ഈ കാണുന്ന സ്വീറ്റ് പൊട്ടാറ്റോ എന്തോ
പിന്നെ തക്കാളി, ചെറിയ തക്കാളി, പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് പേരറിഞ്ഞൂടാ. ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ബനാന പ്ലാന്റിന്, പിന്നെ ഇവിടെ ഇവരുടെ ഇതുണ്ടാക്കാൻ വേണ്ടി, ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബനാനയുടെ ഒരു ഇതാണ് കേട്ടോ, വാഴയുടെ ഇത് നമ്മുടെ കോണിൻ്റെ ലീവ്സാണ്. ഇവരുടെ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇതാണ്. ഇവർ കോണൊക്കെ ഇവിടെ വൃത്തിയാക്കി ഇങ്ങനെ കൊടുക്കും ആൾക്കാർക്ക് വേണ്ടി. ഇതാ അവിടെ നിന്ന് ഒരാൾ കട്ട് ചെയ്യുന്നു, ഇവിടെ കട്ടിയിടുന്നു. പച്ചക്കോണാണ് കാണുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഈ കാണുന്നത് ഹണിയാണ്, ഹണി. ഓ ഇവിടെ പലതരത്തിലുള്ള ബനാന നമ്മുടെ കൊച്ചു പഴം കേട്ടോ, നമ്മുടെ രസകദളി പഴം പോലത്തെ ഉള്ള പഴം. പിന്നെ അവിടെ ഏത്തമ്പഴം, വലിയ പഴം, അവക്കാഡോ. പിന്നെ ആ ഭാഗത്ത് പുർത്തിച്ചക്ക, കൈതച്ചക്ക. അവിടെ ചിക്കൻ വെട്ടുന്നു. ജൂക്ക. യു നോ ഇറ്റ്? No. കേരള കൊമിത നമ്പർ 1. കേരള കൊമിത നമ്പർ 1. നമ്മുടെ നാട്ടിലെ ഫേമസ് മരിച്ചിനെയാണ് കേട്ടോ. ഇവര് ജൂപ്പ എന്നാണ്. ജൂക്ക. ഇംഗ്ലീഷ് ടപ്പിയോക്ക. കേരള കൊമിത എന്ന് പറയുന്നത് ഭക്ഷണം എന്നാണ് കേട്ടോ, ഫുഡിനെയാണ് കൊമിത എന്ന് പറയുന്നത്. ഇതും വേറെ അണ്ടർ റൂട്ടഡ് ആയിട്ടുള്ള ഇതാണ്. സി വെൻഡേ മാസ. വാ പൈനാപ്പിൾ നോക്കിക്കേ. ഇവിടുത്തെ പൈനാപ്പിളിന് ഭയങ്കര വണ്ണമാണ് കേട്ടോ. അവർ വെട്ടിമുറിച്ച് ഇതുപോലെയും വിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ പപ്പായ. ഓ ചില്ലി വനേരോ, നല്ല വലിപ്പമുള്ള ചില്ലി. ഇവിടെ മാങ്ങോ, കുഞ്ഞു മാങ്ങോ. ഇവിടെ എല്ലാവരും ഇതുപോലത്തുള്ള ബോക്സ് വെച്ചിട്ട് പാട്ടിടും. ഇവിടെ ഇവർ ചീസ് വിൽക്കുന്ന കാഴ്ചയാണ്. ചില്ലേ, ഇത് നമ്മുടെ എരിവ് സോസ്, സൽസ. ഇവിടെ എല്ലാം കണ്ട എരിവിൻ്റെ സോസുകൾ അവർ ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇത് ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് മെക്സിക്കോയിൽ, എരിവിൻ്റെ സോസ്. പിന്നെ നമ്മുടെ നാട്ടിലെ കുഞ്ഞു മുളകുണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ കുറേ സാമഗ്രികൾ അല്ല. ഓലാ ബുനോസ് ദിയാസ്. കണ്ടില്ലേ, ഇത് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയ കുറേ ഇത്. ഇവിടെ വറ്റൽ മുളക്. വറ്റൽമുളകാണ് കേട്ടോ ആ ഭാഗത്ത്. പപ്പായക്ക് ഈ പപ്പായക്ക് 95, അതായത് നമ്മുടെ നാട്ടിലെ ഒരു 500 രൂപ അടുപ്പിച്ച് വരും. ഈ കാണുന്ന പപ്പായക്ക് ഒരു 200-230 രൂപ അടുപ്പിച്ച് വരും. മെക്സിക്കോ സിറ്റിയിലൊക്കെ പോയാൽ ഭയങ്കര വിലയാണ്. ഇവിടെയാണ് കേട്ടോ ഇത്രയും വില കുറവായിട്ട് നിങ്ങൾക്ക് സാധനം കാണാൻ സാധിക്കുന്നത്. സന്ധ്യ. സന്ധ്യ എന്നാണ് കേട്ടോ തണ്ണിമത്തനെ പറയുന്നത്. ഈ സന്ധ്യക്ക് 42 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 210 രൂപയാണ് കേട്ടോ ഈ വാട്ടർമെലൻ്റെ വില. ഇത് നമ്മുടെ മാന്തറീന, നമ്മുടെ ഓറഞ്ച്, മുന്തിരി. ഇങ്ങോട്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ ധാരാളം ഉണ്ട്. ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ ആത്തിച്ചക്ക, അതൊക്കെ ഞാനിവിടെ ഓരോ വീടുകളിൽ കാണാൻ സാധിച്ചു. ചിക്കൻ, പോയോ, ഫിഷ്. പുള്ളിക്കാരി എന്തോ പറഞ്ഞു. വേണ്ടേ ഇവിടെ മീൻ. ഓ ഇതാണ് കേട്ടോ ഓല. ഇവിടെ സാൽമൺ. മിത്തിയോ ഫാമിലിയാ? പുള്ളിക്കാരിയുടെ ഫാമിലി ആരാണ്? മലയാളം. Su nombre es Mahin. ¿Tú eres Mahin? Mahin. Me tomo una foto. Gracias. Adiós. Nos vamos. Cuídate. Okay. Gracias, muchas gracias. പുള്ളിക്കാരിയുടെ ആരോ ആണ്. Mucho bien. ¿Tú quieres una foto? എൻ്റെ അടുത്ത് ഫോട്ടോ വേണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ മത്സ്യ മാർക്കറ്റ് ഞാൻ നേരത്തെ പാസ് ചെയ്ത. ഈ കാണുന്നത് നമ്മുടെ ബീഫ്. ഇവിടെ നമ്മുടെ ചിക്കൻ. ഇവിടെ നമ്മുടെ തർത്തീജയും പിന്നെ കൊഞ്ചല്ലല്ലോ, ഇത് ഡ്രൈ ആയിട്ടുള്ള ഇത് വിൽക്കുന്ന ഇത്. പിന്നെ ആ കാണുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അവിടെ ആക്ച്വലി ഇവർ
എന്തൊക്കെ ഓയിലൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് മീനൊക്കെ ഉണ്ടാക്കുന്നു. ഞാൻ അതാണ് ശ്രദ്ധിച്ചത്. പുള്ളിക്കാരിയുടെ വീട്ടിലും വലേറിയുടെ അമ്മ ഇന്നലെ ചിക്കൻ പൊരിച്ചു, ഇന്ന് ബനാന ഫ്രൈ പൊരിച്ചു. ഇവർ ഓയിലി ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കും കേട്ടോ. സാധാരണയായിട്ട് ഓരോ സംസ്ഥാനങ്ങൾ കുറച്ച് ഇത് മാറി വരുമ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം കാണാം. സായിയുടെ വീട്ടിൽ കഴിച്ച ആ സെയിം ഭക്ഷണ രീതിയല്ല നമ്മളൊന്ന് മെക്സിക്കോ സിറ്റി വന്നപ്പോൾ. ഇവിടെ നിന്ന് താഴോട്ട് വരുമ്പോഴും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. സെയിം ഫുഡൊക്കെ തന്നെയാണ്, കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഈ കാണുന്നത് അങ്ങോട്ട് പിന്നെ ഇവരുടെ സാധനങ്ങൾ, മാംസങ്ങൾ, പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റുകൾ. അല്ല ഇവിടെ അവരെന്തൊക്കെയോ ഭക്ഷണം ഉണ്ടാക്കുവാണ്. ഇതെന്താ Puerco. ഇവിടെ നമ്മുടെ പന്നി മാംസം എന്തൊക്കെയാ അവരുണ്ടാക്കിയിട്ടൊക്കെയാണ് കേട്ടോ. കാല്, അത് ഇത്. ഇവിടെ പിന്നെ അവരുടെ ഗ്രോസറി സാധനങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു മാർക്കറ്റ് ഏരിയ. ചിപ്സാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇവരുടെ ഒരു സംഭവം. എല്ലാവരും കഴിക്കുന്ന ഇത് മെക്സിക്കോ തോനോസ് ചിപ്സ്, മെഹിക്കോ അത്തോസ്. ഇവിടെ ഇവരുടെ മെക്സിക്കൻ വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരിതാണ് കേട്ടോ. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മെക്സിക്കൻ വസ്ത്രങ്ങളും അതിൻ്റെ ഒരു മാർക്കറ്റ് ഏരിയാസ്. എനിക്കൊന്ന് പഴയ ഡ്രസ്സൊക്കെയാണ് ഇവർ വിൽക്കുന്നത്. അധികം വലിയ രസമൊന്നുമില്ല കേട്ടോ. ഒരു കുഞ്ഞ് ലോക്കൽ മാർക്കറ്റ്. കാരണം ഇവിടെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ആളുകൾ കുറവാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 3,50,000 ആളുകൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. ഏകദേശം മാക്സിമം പോയാൽ ഒരു 4 ലക്ഷം പേര് ഇത്രയും വലിയൊരു ടൗണിൽ. പിന്നെ കുറേ പേരൊക്കെ പണിയെടുക്കാൻ വേണ്ടി വന്ന് വേറെ സ്ഥലത്തുനിന്നൊക്കെ ആക്കുന്നവരായിരിക്കും. അല്ല, ആളുകളൊക്കെ അത്യാവശ്യം ഫ്രണ്ട്ലിയാണ്. കാരണം ഇവിടെ വിദേശികൾ അങ്ങനെ വരാറില്ലല്ലോ. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവർക്ക് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇവരുടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനൊക്കെ പഠിപ്പിക്കുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയവർക്ക് ധാരാളം ഈസി ആയിട്ട് ഇവിടെ ജോലിയൊക്കെ ചെയ്യാം. ഇവിടെ ഓയിൽ ഇൻഡസ്ട്രി ഉള്ളതുകൊണ്ട്. ഇതാണ് ഇവരുടെ പ്രസിദ്ധമായിട്ടുള്ള കോണും ചോക്ലേറ്റും കേട്ടോ. Hola, ¿cómo estás? Bien, gracias. ¿Te puedo el puro cacao natural? Cacao etimos? ¿Vale? Cacao etimos? No, es diferente. Un cacao es Cacao con. achiote, canela y anís. ¿La prueban? Cacao, cacao. Cacao pura. Es chocolate, pero frío. Soy de India, sur de India. Viaje. Llegaste hasta aquí. Viaja. ¿Ustedes aquí? ¿Son novios o son esposos? Mi amigo. Ah, yo pensé que eran Amiga. Disculpa. Bueno, dicen pues. You want to say something? പുള്ളിക്കാരൻ എന്തോ പറയണം. Hey, say they eat rats there. See? India? Mexico? Dicen que allá pues. പുള്ളിക്കാരൻ ചോദിക്കുവാണ് ഇന്ത്യയില് എലിയെ കഴിക്കോ? കാരണം പുള്ളിക്കാരൻ കേട്ടിട്ടുണ്ടോ? No. Es que así dicen algunas personas. No. Lo he visto en videos. No. India dog. Bow. Sí. Esa. Yeah. Comida Se bow. comen a los perros. Sur India no. Norte India no. East India. Oriente en India. Oriente en India. Comida bow. El perro. El perro. ഞാൻ പറഞ്ഞ ഈസ്റ്റ് ഭാഗത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ അവർ പട്ടി ഇറച്ചി കഴിക്കുന്നതാണ് കേട്ടോ പറയുന്നത്. പെറോ എന്ന് പറഞ്ഞാൽ ഡോഗ്. പെറോ. Bueno. എനിക്കിഷ്ടല്ല കേട്ടോ. No puedo comer perro. No, sí. വിഷമമാണ്, വിശ്വസിക്കുന്നില്ല കേട്ടോ എൻ്റെ അടുത്ത്. ഇവിടെ നമ്മുടെ കരിക്ക് വെള്ളമാണ് കേട്ടോ. അല്ല, ഇവിടെ കരിക്ക് വെള്ളം ഇവരിങ്ങനെ ഓൾറെഡി വെട്ടി മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലിട്ട് ടെൻഡർ കോക്കനൊക്കെ ഇട്ടിട്ട് കൊടുക്കും. അങ്ങ് ദൂരമായിട്ട് തീ എത്തുന്നുണ്ടോ? ആ തീ എത്തുന്നത് ഇവിടുത്തെ റിഫൈനറിയിൽ നിന്നാണ്. എന്നെ നമ്മുടെ വലേരിയ ഒരു വെള്ളച്ചാട്ടത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു, മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. വെള്ളച്ചാട്ടം ദൂരമുണ്ട്. പിന്നെ വെള്ളച്ചാട്ടം കണ്ട് നല്ല മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പള്ളിയാണ് കേട്ടോ, ഒരു ക്രിസ്ത്യൻ പള്ളി. ഇന്ന് ഞായറൊന്നുമല്ല, ഇന്നിവിടെ എന്തോ പ്രയർ നടക്കുക. ഇവിടെ വേറെ വിഭാഗമാണ് കേട്ടോ. ഇവിടെ വേറെ ഏതോ
വിഭാഗമാണ് കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ ചർച്ചൊക്കെ പോലുള്ള എല്ലാവരും വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്. ഗ്രാസിയാസ് ഗ്രാസിയാസ് ഓ ഗ്രാസിയാസ് ഗ്രാസിയാസ്. ഇവിടെ ഒരാൾ കൂടെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് പൈസക്കാണ് കേട്ടോ. ഗ്രാസിയാസ്. Es que no sé inglés. Bueno. God bless you. Oh, gracias, gracias. You too. ¿Sabe inglés? You speak English? Sí, sí, sí. Okay. Your family is... No, near my place, Adventist. Okay. Adventist Church. Welcome here whenever you want. Oh, mucho gusto, Alejandro. Muchas gracias. Carol, mucho gusto. Gracias, igualmente. Okay. Adiós. Bienvenido. Oh, okay. Gracias. Cuando gustes. Okay. Gracias. Nos vemos. ഇവര് നമ്മുടെ അഡ്വാൻറ്റിസ്റ്റ് സഭയല്ലേ, അവരുടെ പ്രാർത്ഥന ഇതാണ് കേട്ടോ. എനിക്കറിയാം അവർ നല്ലപോലെ ഇൻവൈറ്റ് ചെയ്യും. ഇത് പുള്ളിക്കാരി പള്ളിയിലൊന്നും പോകാത്തതുകൊണ്ട് പുള്ളിക്കാരി പറഞ്ഞു അവർ ഇൻവൈറ്റ് ചെയ്യോ? ഇല്ല. ¿Le puede tomar una foto? ഗ്രാസിയാസ്. നമ്മുടെ ബനാന ചിപ്സ്, പുള്ളിക്കാരൻ വീട്ടിലുണ്ടാക്കുന്ന ബനാന ചിപ്സ്, പോപ്കോൺ, അതൊക്കെ ഇവിടെ ഇട്ട് വിൽക്കുവാണ് കേട്ടോ. Palomita. Platano. Y plátano frito. Platano. Platano. Dulce y tostadito. ഇവിടുത്തെ വെജിറ്റേഷൻ ഒക്കെ നോക്കിക്കേ. കറക്റ്റ് കേരളത്തിന്റെ ചെടികളും എന്താ പറയാ, കറക്റ്റ് കേരളത്തിലാ ഇത് കേട്ടോ. മെസ്മസ് കേരള. മെസ്മസ് കേരള. ഇവിടുത്തെ ചെടികള്, നമ്മുടെ പക്ഷികള്, പിന്നെതാ അടുത്ത പൂവൻ കോഴിയും കൂടെ ആയപ്പോ സബാഷ്, കറക്റ്റ് കേരളത്തിൽ വന്ന പോലെ. ഇവിടുത്തെ ലോക്കൽ മദ്യപാന ഷോപ്പുകളാണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ കള്ള് ഷോപ്പൊക്കെ പോലെ. അതിൻ്റെ അകത്ത് പാട്ടും ഇതും. Can I make photo? A menos que le pida autorización a la doña antes de. നമ്മളിവിടുത്തെ കള്ള് ഷാപ്പിൽ വന്നതാണ്. അവർ ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കൂല. എല്ലാരും കുടിച്ച് നല്ല രസമുണ്ട് കേട്ടോ. അകത്ത് സ്ത്രീകളും പുരുഷന്മാരും ഒരു ടേബിളിൽ ഇങ്ങനെ കുടിച്ച്. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു റിയോ എന്ന് പറയുന്നത് നമ്മുടെ നദിയെ പറയുന്നതാണ്, റിവറിനെ പറയുന്നതാണ്. അത് ഇവിടുന്ന് മിനത്തിത്തിലാനിന്ന് അപ്പുറത്തോട്ട് പോകുന്ന ഒരിതാണ് കേട്ടോ. അപ്പുറത്തോട്ട് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ചെറിയ ബോട്ട് സംവിധാനമാണ്. ആ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ റിഫൈനറി, ഇവിടുത്തെ ഏറ്റവും വലിയ റിഫൈനറി. മെക്സിക്കോയിലെ വൺ ഓഫ് ദ വലിയ റിഫൈനറിയും മെക്സിക്കോയിലെ ആദ്യത്തെ റിഫൈനറിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. രാത്രി കാണാൻ നല്ല രസമാണ്. രാത്രി ഫുള്ള് തീയെത്തുന്നത്, രാത്രി ഒരു ചുമന്ന കളറായിട്ട് ഇവിടെ സ്കൈ ഫുള്ള് കാണാം. അവിടെ ഒരു ചേച്ചി വള്ളത്തിൽ കയറുന്നു. ചേച്ചി പോവുകയാണ് കേട്ടോ ചേച്ചി അപ്പുറത്തോട്ട്. വളരെ ഉറങ്ങിക്കിടക്കുന്ന ഇത്. ഈ കാണുന്ന ഭാഗത്തെല്ലാം കുറേ കടകൾ, അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ക്ലബ്ബുകളല്ല, മദ്യം കുടിക്കുന്ന സ്ഥലങ്ങൾ. പിന്നെ ഇവിടെ ഫുള്ള് ഇതുപോലെ ഒരു നടക്കാനായിട്ടുള്ള, റിവറിൻ്റെ അടുത്തൂടെ നടക്കാനായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് ഇവിടെ നമ്മുടെ ബോട്ടിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കുറേ ആളുകൾ പോകാനായിട്ട് റെഡി ആവുകയാണ്. ആ ബോട്ടുകളെല്ലാം പോകുന്നത് അങ്ങനെയാണ്. നമ്മൾ വീണ്ടും ലോക്കൽ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. തർത്തീജ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ തർത്തീജ ഉണ്ടാക്കുന്നതാണ്. തർത്തീജയോടൊപ്പം ഇവർ കോണ് ഉണ്ടല്ലോ, നമ്മുടെ മൈസ്, അത് വിൽക്കുന്നതാണ്. ഈ കോണിലാണ് ഇവർ തർത്തീജ ഉണ്ടാക്കുന്നത്. അവിടെ ഉണ്ടാക്കുന്നത് കാഴ്ച നമുക്ക് കാണാം. ഇവിടെ ഇവർ മെഷീനിൽ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഇവർ ഇടിച്ചു വയ്ക്കുക. വലിയ തർത്തീജയാണ് ഈ കാണുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ മാവ് അവർ ഇതിലിടും. മാവ് അതിലിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുവഴി അത് പിന്നെ ചൂടായിട്ട് വന്നിട്ട് പുള്ളിക്കാരത ഇവിടുത്തെ പഴയ മാർക്കറ്റ് ബിൽഡിംഗ് ആണ്. നമ്മുടെ പത്രവും ആർട്ടിക്കിൾസൊക്കെ വിൽക്കുന്ന ഒരു കട. ഇത് പിന്നെ ഇവരുടെ സ്റ്റേഷനറി സാധനങ്ങൾ, വള്ളി, ചപ്പു ചവറ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം, സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഇവരുടെ ഒരു മാർക്കറ്റ് ഏരിയ. ഇത് കുറച്ച് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, ഇവിടെ മാർക്കറ്റുകളെല്ലാം അത്യാവശ്യം ഓർഗനൈസ്ഡ് കേട്ടോ.
ഇവിടെ ഭക്ഷണങ്ങളുണ്ട്, ചിക്കനുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ മാർക്കറ്റിൻ്റെ അകത്തോടൊക്കെ ഇറങ്ങി ഇങ്ങറ്റത്തോട്ട് വന്നു. നല്ല വെജിറ്റബിൾസും ഇതൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സദേൺ ഭാഗത്തെ, മെക്സിക്കൻ സദേൺ ഭാഗത്ത് ആക്ച്വലി നല്ല അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചർ അത്യാവശ്യം നല്ല ഇതിലുണ്ട്. മാത്രമല്ല ഇത് വെരാക്രൂസ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവൾ എന്തോ പോലെ ഈ കാണുന്ന ഫുള്ള് വെജിറ്റബിളിൻ്റെ മാർക്കറ്റ് ഏരിയ. ഉറിയടിക്കാനുള്ള ഇതാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഉറിയടി. ഇവർ പിന്നാത്തയെന്ന് വിളിക്കും. ഈ കാണുന്നത് തണ്ടേ അവിടെയൊക്കെ പലതരത്തിലുള്ള പിന്നാത്തകളാണ്. ഓല ഇവിടെ ഫ്ലവർ മാർക്കറ്റ് നോക്കിക്കോ. ഇവർക്ക് ഫ്ലവർ കൊടുക്കുന്ന കൾച്ചർ ഭയങ്കര ഇതായിട്ട് ഉള്ള ഒരു രാജ്യമാണ്. ഓല അടിപൊളിയാട്ടോ, വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവറുകൾ. എല്ലാ കടകളിലും ഇതുപോലത്തെ സ്പീക്കർ വെച്ചിട്ട് ഒരു പാട്ടിട്ടയ്ക്കും. മിക്ക കടകളിലും നിങ്ങൾക്ക് ഇതുപോലത്തെ സ്പീക്കറുകൾ കാണാൻ സാധിക്കും. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും കാണുന്നത് പോലെ തന്നെ സ്പീക്കർ കൾച്ചർ ഇവിടെയും ധാരാളം ഉണ്ട്. അടുത്ത ഈ കടയിൽ എന്തോ സ്പീക്കർ അവർ കുത്തിയിട്ടൊക്കെയാണിത്. ഇത് വെരാക്രൂസിലെ ഈ ഒരു ഭാഗത്തെ പ്രശസ്തമായിട്ടുള്ള പോർക്ക് മീറ്റിന്റെ ഇതാണ്. ഹോല ഹോല ¿cómo estás? പോർക്കോ? ആ, പോർക്ക് മാംസത്തിന്റെ ഇതാണ് കേട്ടോ. അല്ല ഇവിടെ ഇതാണ്ട് പോർക്ക് മാംസത്തിന്റെ ഇതുകൾ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഗല്ലി, ഒരു ഫുൾ ഏരിയ നമ്മുടെ മാർക്കറ്റ് ഏരിയകളാണ് കേട്ടോ. ഇവിടെ ഒന്നും തീരുന്നില്ല. Hola. Hola, hola. Buenos tardes. Buenas tardes. നല്ല ആളുകൾ, ആളുകളെല്ലാം അത്യാവശ്യം ഫ്രണ്ട്ലി ആണ്. ഞാൻ ആദ്യം തുടക്കത്തിൽ ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ വിദേശിയാണെന്ന് കേട്ടോ. പിന്നെ വീഡിയോകളൊക്കെ എടുക്കുന്ന കാണുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. അല്ല മെർക്കാദോ, ഇതും മാർക്കറ്റാണ്. ഓക്കെ. El segundo fue Mercado 5 de febrero y el primero fue el Popular. Todos Mercado. Todos Mercado. ഇവിടെ എല്ലായിടത്തും മാർക്കറ്റാണ്. ഈ കാണുന്ന എന്തെന്ന് ചോദിച്ചപ്പോൾ ഇത് വേറെ മാർക്കറ്റ് എന്ന്. പിന്നെ മാർക്കറ്റിന് അപ്പുറത്ത് റോഡിലെ വഴിയോര കച്ചവടക്കാർ അതിൻ്റെ അപ്പുറമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വഴിയോരത്ത് നമ്മുടെ പണ്ടത്തെ ഫോംവിളി ഉണ്ടല്ലോ, അതിവിടെ എല്ലായിടത്തും കാണാൻ സാധിക്കും. Bueno, sí, no está. Bueno, hola Sandro. Hola Sandro. Ah, sí, adiós. സാന്ദ്രോ ഇവളുടെ ബോയ് ഫ്രണ്ടിന്റെ പേരാണ് കേട്ടോ. ബോയ് ഫ്രണ്ട് ജർമ്മനിയിലാണ്. ഇവര് ഒമേഗിൾ വഴി മുമ്പ് പരിചയപ്പെട്ടതാണ് കേട്ടോ ഇവളുടെ ബോയ് ഫ്രണ്ടിനെ. പിന്നെ അവർ 3 വർഷത്തോളം ഡേറ്റ് ചെയ്തു. ഇപ്പൊ അവർ കട്ട റിലേഷൻഷിപ്പിലാണ്. ഇതാ ഞാനിവിടെ ഇവരുടെ പുസ്തകശാലയാണ് കേട്ടോ. പുസ്തകവും ഇതൊക്കെ നമ്മുടെ മദർ മേരിയുടെ താഴെ ഇവിടുത്തെ അശ്ലീല പുസ്തകങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ രാജ്യത്തെ മസ്താറ, നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന പുസ്തകങ്ങളെ പോലെ എന്തോ ഇവിടുത്തെ പുസ്തകങ്ങളാണ് കേട്ടോ. മൊത്താസ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ മെക്സിക്കൻ ന്യൂസ് പേപ്പർ. പിന്നെ നമ്മുടെ ക്യൂസ് ബുക്കുകൾ. എനിക്ക് പണ്ട് കൊച്ചിലെ എൻ്റെ ഉമ്മ ഇതുപോലത്തുള്ള പുസ്തകങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചു തരുന്നത്. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ജനറൽ ഇൻഫർമേഷൻ എനിക്ക് ധാരാളം ഉണ്ടായത്. പക്ഷെ ഇപ്പം കുറേ നാളായിട്ട് വായിക്കാത്തതുകൊണ്ട് ജനറൽ ഇൻഫർമേഷനൊക്കെ കുറവാണ്. കുറേ ഇതുപോലത്തെ നെടുമങ്ങാടൊക്കെ ടൗണിൽ പോകുമ്പോൾ 10 രൂപയുടെ ഇതുപോലത്തുള്ള പുസ്തകങ്ങൾ, ചെറിയ ചെറിയ പുസ്തകങ്ങൾ. ഈ കാണുന്ന പുസ്തകമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതുപോലുള്ള ചെറിയ കിസ് പുസ്തകങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലുത്, ലോകത്തിലെ ഏറ്റവും ചെറുത്, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസുള്ള അങ്ങനെയൊക്കെ ഞാൻ വായിച്ച് പഠിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് കൂടുതൽ ട്രാവലിനോടും ലോകത്തിനോടും എനിക്ക് കൂടുതൽ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ കാണണമെന്ന് തോന്നി. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് കണ്ട് ഞാൻ നമ്മുടെ നമ്മുടെ റിവറിന് മുന്നിലാണ്. ഇതാണ് നമ്മുടെ മിനത്തിത്ലാൻ. ഇവരുടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു എഴുത്താണ്. മിനത്തിത്ലാൻ ക്രിസ്മസിന് വേണ്ടി അലങ്കരിച്ചതാണ്. ഇതുവരെ കേട്ടോ ഇവർ റിമൂവ് ചെയ്തിട്ടില്ല. ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് അലങ്കാരങ്ങൾ, സംഭവങ്ങൾ. വാവ്. ഇവിടെ നിന്നാൽ നമുക്ക് ഇവരുടെ പ്ലാന്റിൻ്റെ, റിഫൈനറി പ്ലാന്റിൻ്റെ ഒരു കാഴ്ചയൊക്കെയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ റിവർ. ഇവിടെ നിന്ന് കുറേ ആൾക്കാർ വീട്ടിലോട്ട് പോകുന്നതാണ്. അപ്പുറത്ത് മാർക്കറ്റിൽ വന്നിട്ട് അപ്പുറത്തോട്ട് പോകുന്ന കാഴ്ചയാണ്. ഈ കാണുന്നതൊക്കെ ആളുകൾ ബോട്ട് കയറാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. ഓരോ ബോട്ടുകളായിട്ട് ഇവിടെ നിന്ന് ആളുകളെ കയറ്റിയിട്ട്, പാസഞ്ചറിനെ കയറ്റിയിട്ട് എടുത്തുകൊണ്ട് പോകും. ഒരു ബോട്ട് ഹബ്ബെന്നൊക്കെ പറയൂലേ.
പുള്ളിക്കാരി എന്താ കേട്ടോ ചെയ്യുന്നത്? ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. സെൽസ് ടിക്കറ്റ് ആൻഡ് റാഫിൾ ഓഫ് മണി. ലോട്ടറി സംവിധാനമല്ലേ, ആ ഒരു സെറ്റപ്പാണ് സംഭവം. ഇവിടെ നട്ടുച്ച വെയിൽ ഈ കാണുന്ന ആളുകളെല്ലാം വരുന്നതാണ് മാർക്കറ്റിലോട്ട്. അവിടെ എന്താ പുകയൊക്കെ വിടുന്നു. എന്തോ എന്ത് ശബ്ദമാണ് അവിടെ നിന്ന് പുക വിടുമ്പോൾ വരുന്നേ നോക്കിയേ. ചൈനക്കാർ ആഫ്രിക്കയിൽ പോയാൽ എല്ലായിടത്തും കാണാൻ സാധിക്കുമല്ലോ. അതുപോലെ ബറിയോ ചൈനീസ് മാർക്കറ്റ് ഇവിടെയും ഉണ്ട്. മെക്സിക്കോയിലും പല സ്ഥലത്തായിട്ട് ചൈനക്കാരും അവരുടെ സൂപ്പർ മാർക്കറ്റുകളിൽ അവരുടെ ഷോപ്പുകൾ. ഈ കാണുന്ന ഒരു ചൈനീസ് സ്റ്റോറാണ്. സ്പെഷ്യലി മെക്സിക്കോ സിറ്റി മെഹിക്കോ സിറ്റി തോദോസ് ചിനോ. ചൈനക്കാർ കുറേ ഇതുപോലത്തെ സ്കൂട്ടർ ഉണ്ടല്ലോ, ഇങ്ങനെ ചെറിയ സ്കൂട്ടർ. ചൈനയിലൊക്കെ റോഡിലൂടെ കാണുന്ന സ്കൂട്ടറില്ലേ, ആ സ്കൂട്ടറൊക്കെ ഇവർ മെക്സിക്കോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നല്ല മാറ്റം വരുന്നുണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ മെക്സിക്കോയിൽ പല വില്ലേജുകളിലും അല്ലെങ്കിൽ പല സിറ്റികളിലും പല ടൗണിലൊക്കെ നമുക്ക് ആ സൈക്കിൾ കൊണ്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. മെക്സിക്കോ സിറ്റിയിൽ ഒരു ഏരിയ ഫുള്ള് ചൈനക്കാരുടെ കടയാണ് കേട്ടോ. ഇതിൻ്റെ ഈ സ്കൂട്ടറുകളുടെ കട, ഇലക്ട്രിക് സ്കൂട്ടർ. ഇതാണ് നമ്മുടെ സെൻറ്റർ കേട്ടോ. ഇവിടുത്തെ കോപ്പൽ ഇവിടുത്തെ ഒരു ഡ്രസ്സിൻ്റെയൊക്കെ ഒരു മോളാണ് കേട്ടോ. അല്ല, ഒരു ഡ്രസ്സാണ്, ഷോപ്പാണ്, ഒരു ബ്രാൻഡാണ്. ഇവിടെ സെൻട്രൽ ഭാഗത്ത് മുഴുവൻ ഭക്ഷണങ്ങളുടെ കടയാണ്. ഇവിടെ നമ്മുടെ ഷൂസ് വൃത്തിയാക്കുന്ന ഷൂ ക്ലീനേഴ്സിൻ്റെ ഒരു ഏരിയ ആണ്. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ചർച്ചാണ്, ഒരു ക്രിസ്ത്യൻ പള്ളി. ഇവിടെ രാത്രി ആകുമ്പോഴാണ് ആക്ച്വലി കുറച്ചും കൂടെ വൈബായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കുറേ ആളുകളൊക്കെ പാർക്കിൽ വന്നതാ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. നട്ടുച്ച സമയമല്ലേ. ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ക്രിസ്ത്യൻ പള്ളി. പിന്നെ ഇങ്ങോട്ട് ഫുള്ള് കുറച്ച് മാർക്കറ്റ് ഏരിയകൾ പോലെ തന്നെയാണ്. കൂടുതൽ സെൻട്രൽ ഭാഗത്ത് വേറെ വ്യത്യസ്തമായിട്ടുള്ള ഫോണിൻ്റെ സാധനങ്ങൾ, പൗച്ചുകൾ, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കുറേ തെരുവ്. നമ്മുടെ താക്കോസ് കടയിൽ വന്നാണ്. താക്കോസ് ഇല്ലാതെ ഇവർക്ക് ജീവിതമില്ല. നമ്മുടെ താക്കോസ് വന്നിട്ടുണ്ട്. താക്കോസ് പ്രൊവച്ചോ താക്കോസ്. ഇതിൽ നമ്മുടെ ബീഫ്, കുറച്ച് മല്ലിയില, സിലാന്ത്രോ, പിന്നെ സബീത്തോ, സബോയയും. സബോയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സവാളയാണ് കേട്ടോ പറയുന്നത്. പിന്നെ സിലാന്ത്രോ, ഇത് ബീഫ് സ്പാനിയോൾ, സക്കോദ സുർത്തിദ. ഓക്കെ, provecho. Hola chiquillos, en México no hay vida sin tacos. Muy bien. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. Muy bien. Loca. Mucho chile. Mucho chile. Muy picoso. നല്ല എരിയുണ്ട് ഈ സാധനം. അവള് വാരി ഒരിച്ചു. നമ്മളിനി ബസ് എടുത്ത് കൊസ്റ്റയിലോട്ട് പോവാണ്. അതായത് ഇവിടുത്തെ ഗൾഫ് ഓഫ് മെക്സിക്കോ, ഗൾഫ് ഓഫ് അമേരിക്കയിലോട്ട് പോവാണ്. ഞാൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഓടിച്ചാടി കൊടുത്തു പുള്ളിക്കാരി. ഇവിടെ കണ്ടില്ലേ, ഇവർ ചില്ലറ ഇടുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ചില്ലറ പൈസകൾ ബസ്സിൽ. നമ്മുടെ കൊത്കോസോലോ ആ ഒരു സ്ഥലമുണ്ടല്ലോ, കൊത്കോലോസ്, ആ ഒരു സ്ഥലത്തിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ചെറിയ ബോട്ടുകൾ, കുഞ്ഞു കുഞ്ഞു ബോട്ട് നോക്കിക്കേ, കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ. എനിക്കൊന്ന് അപ്പുറത്തോട്ടൊക്കെ കൊണ്ടുപോകുന്നതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു വലിയ പണ്ടത്തെ ഒരു പോർട്ടായിരുന്നു ഈ കാണുന്നത്. 1500 കാലത്ത് ഇവിടെ അസ്തക് ഡൈനാസ്റ്റി ആയിരുന്നല്ലോ. അസ്തക്കും പിന്നെ മായൻസൊക്കെ ആണല്ലോ, 2 പേരാണല്ലോ മെക്സിക്കോയിൽ ഉണ്ടായിരുന്നത്. മായൻസ് കൂടുതൽ മറ്റ് ലാറ്റിൻ അമേരിക്കൻ
പിന്നെ ഇവിടെ അച്ചക്ക് എന്ന് പറയുന്ന ഒരു ഇതായിരുന്നല്ലോ. അച്ചക്കിനെ വന്ന് ഈ പോർച്ചുഗീസുകാരെ ആക്രമിച്ച് പോർച്ചുഗീസുകാരല്ല സ്പാനിഷുകാർ 1500 ശേഷം അവരുടെ സ്ഥലമാക്കി മാറ്റി. പിന്നീട് ഇതൊരു വലിയ പോർട്ടൊക്കെ ആയിരുന്നു. പിന്നീട് ഈ കാണുന്നത് ഷിപ്പും ഇതൊക്കെയാണ് ഇവിടുത്തെ വൺ ഓഫ് ദ വലിയൊരു പോർട്ട്. വളരെ എന്താ പറയുക, തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് വളരെ പ്രസിദ്ധമാണ് ഈ ഒരു കോസ്കോലോസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. ഇവിടെ നമ്മൾ പങ്ക എടുക്കാൻ വേണ്ടി വന്നതാണ്. പങ്ക എന്ന് പറയുന്നത് ഫെറിയാണ് കേട്ടോ. ഫെറി എടുക്കാനായിട്ട് വന്നതാണ്, അപ്പുറത്തോട്ട് പോകാനായിട്ട്. ഇവിടെ നമ്മുടെ മറൈൻ ഡ്രൈവിൽ പോലെ വന്നുള്ള ഒരു കാഴ്ചയാണ്. കൊച്ചി മറൈൻ ഡ്രൈവിലെ പോലെ ബോട്ട് ചെട്ടിയ കുറേ ബോട്ടുകൾ, ചെറിയ ചെറിയ ബോട്ടുകൾ അങ്ങോട്ട് പോകുന്നു. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഫെറിയാണ്, വണ്ടിയായിട്ട് പോകുന്ന ഫെറി. ഇതിലാകെ 10 രൂപയുള്ളൂ കേട്ടോ. ടിക്കറ്റ് 5 രൂപയുള്ളൂ, 1 പൈസോ. യു ഹാപ്പി? എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. അങ്ങ് ദൂരെയായിട്ടാണ് നമ്മുടെ ഗൾഫ് ഓഫ് അമേരിക്കോ, അതായത് ഗൾഫ് ഓഫ് മെക്സിക്കോ. വെൽക്കം കേരള. ഞാൻ ഇത് കേരളം പോലെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ദിസ് ഈസ് കേരള. നോ മെക്സിക്കോ. നമ്മുടെ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വണ്ടി പോലെ ഉണ്ട് കേട്ടോ. കറക്റ്റ് ആ വണ്ടി പോലെ, ആ ബോട്ട്. അവിടെയും ഇവരുടെ റിഫൈനറി സംഭവങ്ങളൊക്കെയാണ് ആ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആളുകളെല്ലാം ഇറങ്ങുന്നുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെയാണ്. പിന്നെ തിരിച്ച് ഈ ഫെറി അതുപോലെ തിരിച്ചു പോകും സംഭവം. അവിടെ ഇറങ്ങി വരുമ്പോൾ കുറേ ടാക്സികൾ വെയിറ്റ് ചെയ്ത് നടക്കുകയാണ് കേട്ടോ. ആൾക്കാരെ വീട്ടിലോട്ടും പല സ്ഥലങ്ങളിലോട്ടും കൊണ്ടുപോയി. കറക്റ്റ് നമ്മുടെ കൊച്ചിയുടെ ഫീലാണ് കേട്ടോ. കറക്റ്റ് സെയിം കൊച്ചി. നമ്മൾ തിരിച്ച് ഫെറിന്ന് തിരിച്ച് അതേപോലെ ഇവിടെ തിരിച്ചു വന്നു. ഞാനിവിടെ കിടക്കുവാണ് കേട്ടോ. വയ്യ. ഞാൻ മറ്റേ പഴവറ്റിൽ വാങ്ങിച്ച് കഴിച്ചു. ഒട്ടും കൊള്ളൂല, വയറ് തോല കേട്ടോ. വയറ് പിടിച്ചില്ല എന്ന് തോന്നുന്നു കുറേ കഴിച്ചപ്പം. അതാണ്ട് ഇവിടെ സീകൾ, വലിയ വലിയ നല്ല വലിപ്പമുള്ള സീകൾ കേട്ടോ. വലിപ്പം നോക്കി നിന്റെ. ഓല ഗുട്ടനാക്ക് സ്ലാഫൻ comido, bye bye. Tu casa. Mi casa, tu indígena. Tu indígena sleep. അവിടെ 2 പക്ഷികൾ ഇരുന്ന് ചുംബിക്കുന്ന നോക്കിക്കതോ. അവർ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ ചുംബിച്ചായിരുന്നു കേട്ടോ. ഇവിടെ കുറേ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമുണ്ട്. അങ്ങോട്ട് പോയാൽ നമ്മുടെ കടലാണ്. അങ്ങോട്ട് പോയാൽ നമ്മുടെ അമേരിക്കൻ എന്നല്ല, നേരെ നോക്കിയാൽ നമ്മുടെ മിയാമി ഭാഗത്തുള്ള ആ ഭാഗം ഉണ്ടല്ലോ, അത് കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ ക്യൂബ ആ ഭാഗങ്ങളൊക്കെ. വയറിനൊരു ആശ്വാസത്തിന് വേണ്ടി ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കുടിച്ചു. ഉള്ള വയറും കൂടെ മോശമാവുന്നതോ. തേങ്ങയുടെ ചെറിയൊക്കെ ഉണ്ട്. ഓ നാറ്റം. ഇവിടുത്തെ ചവറ് ഇതാക്കുന്നതാണ് കേട്ടോ. എന്തൊരു നാറ്റം കേട്ടോ ചവറ്. നമ്മളെ പണ്ടത്തെ വിളപ്പിശാല പോലെ. നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി നമ്മുടെ മിനത്തിത്തലാനിലെത്തിയിട്ടുണ്ട്. മിനത്തിത്തലാനിലെ റിഫൈനറിയിലെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്, തീയെത്തുന്നത്. സെഹാസ്, പിസ്താനിയ, cabello, strasse. എനിക്ക് സ്പാനിഷ് പഠിപ്പിച്ചു തരാണ് കേട്ടോ. വീട്ടിലെടുക്കുന്ന കണ്ടില്ല കേട്ടോ. എനിക്ക് ഇത്രയും നേരമായിട്ട് സ്ക്രീന് ക്ലീൻ ചെയ്തോട്ടെ. എനിക്ക് ഇത്രയും നേരമായിട്ട് സ്പാനിഷ് പഠിപ്പിച്ചു തരുവാണ്. ഓക്കെ ഓക്കെ. കയ്യ ടാക്സി, കാറോ, കൊമീത്ത എന്ന് പറഞ്ഞാൽ കൊമിനീത്ത, കമ്മൂത്ത, കാറോ കമ്മൂത്ത,
കമ്മ്യൂണിറ്റ എന്ന് പറഞ്ഞാൽ വലിയ കാറ്, ചെറിയ കാറിനെ ഇവർ കാറോ എന്നാണ് കേട്ടോ പറയാം. പ്ലാറ്റാനോ, അൽമാൻഡ്ര. ഇവിടെ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ സോർ സൂപ്പ്, മുള്ളാത്തി ചക്ക, ക്യാൻസറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാടുമായിട്ട് സാമ്യമുള്ള കുറേ പച്ച ഹരിതാപരമായിട്ടുള്ള ഇത്. പേപ്പർ ചെടി, പട്ടിക്കുട്ടി, പെറോ, ഇത് പെറോ, പട്ടി, പെറോ. നമ്മുടെ നാട്ടിലെ കുറേ സാമ്യമായിട്ടുള്ള നാരങ്ങ, ഓറഞ്ച്, മാന്തറീന, നമ്മുടെ നാട്ടിൻ്റെ സാമ്യമാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ മരങ്ങളും സസ്യ സംഭവങ്ങളും. ഇതാ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. ഇവിടുത്തെ ലോക്കൽ ഒരു നൈബർഹുഡാണ്. മാംഗോ, നാരങ്ങ, കേരള, സ്പെയിൻ, ഷിപ്പ്, പോർച്ചുഗീസ്, സ്പെയിൻ, മെഹിക്കോ. Me you Google ChatGPT. No, me not ChatGPT. ChatGPT. ഇതാണ്ട് നമ്മുടെ നീമ, വേപ്പ് മരം, എല്ലാ നാട്ടിലെ സാമ്യമായിട്ടുള്ള ചെടികൾ കണ്ടോ. ഈ കാണുന്ന ചെടി കണ്ടോ, ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു പ്ലാന്റ്സ് അല്ലേ. മെക്സിക്കൻസിനെ അറിയാന്നുള്ള ഇന്ത്യ. ഇതുകൊണ്ടാണ് കേട്ടോ മെക്സിക്കോക്കാര് ഇന്ത്യ എല്ലാരും പറയുന്നത് കേട്ടില്ലേ. ഈ വീഡിയോക്കാണ് ഇന്ത്യയെ കുറിച്ച് മെക്സിക്കോയില് പറഞ്ഞില്ല. മീ കാസാനോ, കേരള നോ, നോ 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 നോ, കേരള നോ 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 നോ. ഇന്ത്യ കണ്ടില്ലേ, ഇന്ത്യയെ കുറിച്ചുള്ള വീഡിയോകൾ കണ്ടോ. ഉത്തരേന്ത്യയിലുള്ള കുറെ വീഡിയോകളൊക്കെയാണ് കേട്ടോ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. എലിയുടെ വീഡിയോ, എലിയുടെ സാധനങ്ങൾ, അതൊക്കെയാണ് ഫുള്ള്. തറയിൽ കൂടെ എലി പോകുന്നു. നോ കേരള, കേരള നോ 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 നോ. ഫുള്ള് ടിക്ടോക്കിൽ ഇന്ത്യ എന്ന് അടിക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ വീഡിയോകളാണ് വരുന്നത്.